ദൈവശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് തോമസ് അക്വിനാസാണ്. വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എഴുതി തീർക്കാത്ത ഗ്രന്ഥങ്ങളുണ്ട്. ഒരു ദിവസം പെട്ടെന്നാണ് തോമസ് എഴുത്ത് നിർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ചോദിച്ചു, എഴുതി തീർക്കാത്ത പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൂടെ? അപ്പോൾ തോമസ് പറഞ്ഞു, ബ്രദറെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദൈവം എന്താണെന്ന് കുറച്ചെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ എഴുതിയത് ചവറാണെന്ന്. ഇനി ഞാൻ എഴുതില്ല. ഒരു മിസ്റ്റിക്ക് കുറേയധികം നാൾ മലമുകളിൽ തപസ്സിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ഒരു നിരീശ്വരവാദി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അങ്ങായിരുന്ന ആ മഹത്തായ ആത്മീയ അനുഭൂതിയുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തു കൊണ്ടുവന്നു? മിസ്റ്റിക്ക് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള പൂക്കൾ എൻ്റെ വസ്ത്രത്തിലെടുത്ത് കൊണ്ടുവരണമെന്ന് സത്യമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പൂക്കളുടെ സുഗന്ധം എന്നെ ഉന്മത്തനാക്കി. വസ്ത്രം പോലും ഞാൻ മറന്നുപോയി. ഇന്നത്തെ ഗോസ്പലിൽ 2 പ്രാർത്ഥനക്കാരെ കാണുന്നു, ഒരു ഫരിസീയനും ചുങ്കക്കാരനും. ഒരാൾ സ്വയം പുകഴ്ത്തി പ്രാർത്ഥിച്ചു, ഒരാൾ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. ഇതിൽ ഏതാണ്ട് ബെസ്റ്റ് ഏതാണ് മോശമെന്നൊന്നും ഈശോ പഠിപ്പിക്കുന്നില്ല. ഈശോ പറഞ്ഞത് ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങിയെന്നാണ്. അപ്പോൾ ഏതാ നല്ലത്? ഇത് രണ്ടുമല്ല. മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂഫി ഗുരുക്കന്മാർ നിരന്തരം പറയുന്ന ഇങ്ങനെയാണ്, അറിയുന്നവൻ പറയില്ല, പറയുന്നവനോ ഒന്നും അറിയത്തില്ല.